പ്രൈസലോട് ഒരു ദിവസം കൂടി കർത്താവിൻ്റെ തിരുവചനം പറയാൻ കഴിഞ്ഞതിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഇന്നോളം തന്ന എല്ലാ കൃപകൾക്കും ഈശോയോട് നന്ദി പറയുന്നു. ഇന്നത്തെ ദിവസം അനുഗ്രഹമായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ഇന്നത്തെ എല്ലാ ആവശ്യങ്ങളും, ഇന്നത്തെ നമ്മുടെ ജോലി കാര്യങ്ങളും കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. അത് നമുക്ക് അനുഗ്രഹമായി തീരട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ തിരുവചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 25-ാം തിരുവചനം. എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ട് എന്തുടുക്കുമെന്ന് ശരീരത്തിനായും കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുഴയിൽ കൂട്ടിവെക്കുന്നതുമില്ല. എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ? വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നിലത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങൾക്ക് ആർക്ക് കഴിയും? ഉടുപ്പിനെക്കുറിച്ച് വിചാരപ്പെടുന്നതെന്ത്? വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിപ്പിൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതുമില്ല. എന്നാൽ ശലോമോൻ പോലും തൻ്റെ സർവ്വമഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം. ആകയാൽ നാം എന്ത് തിന്നും എന്ത് കുടിക്കും എന്തൊടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പേൻ, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. ആമേൻ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാ മഹത്വം ഈശോയ്ക്ക് നന്ദി.